പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും ചേർത്ത് പിടിക്കാനും ധൈര്യം പകരാനും നമുക്ക് എല്ലാവർക്കും പരസ്പരം സഹായിക്കാം. അതുവഴിയാണ് ഈ കല്ലും മണ്ണും കൊണ്ട് നമ്മൾ ഈ പടുത്തുയർത്തുന്നതോടൊപ്പം ഒരു കൂട്ടായ്മയുടെ ഒരു പടുത്തുയർത്തൽ കൂടെ നടക്കുന്നത്. പരസ്പരം ശക്തിപ്പെടുത്തുകയും പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നിടത്താണ് കൂട്ടായ്മ വർദ്ധിക്കുന്നത്. സഭ ഒരു കൂട്ടായ്മയാണ്. ഇടവക സമൂഹം ഒരു കൂട്ടായ്മയാകാൻ വിളിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ദേവാലയ നിർമ്മാണത്തെ കേവലം ഒരു നിർമ്മാണ പ്രവർത്തനം മാത്രമായിട്ട് നമ്മൾ നോക്കിക്കാണരുത്. മറിച്ച് ഈ ദേവാലയ നിർമ്മാണത്തിന്റെ ക്ലേശകരമായ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ ദൈവം ഒരു കൂട്ടായ്മയിലൂടെ വളർത്തുകയാണ്. അത് പ്രതിസന്ധികളിലൂടെ വഴിയിലൂടെ തന്നെ സംഭവിക്കുന്ന ഒന്നാണ്. അത് കുരിശുകൾ എടുക്കുന്നതിലൂടെ, ക്ലേശങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ഇന്ന് കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനം നമുക്ക് നൽകപ്പെട്ട വായനകളെല്ലാം ഈ ഒരു സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന് ഈ പിച്ചള സർപ്പത്തെ ഉപയോഗിച്ച് പോലും നിങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കും. ആ പിച്ചള സർപ്പത്തെ നോക്കിയവരൊക്കെ സൗഖ്യം പ്രാപിച്ചു. ഈശോ പുതിയ നിയമത്തിൽ പറഞ്ഞു, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയ പോലെ ഞാനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ആ ഉയർത്തപ്പെട്ടത് എവിടെയാണ് ഈശോ ഉയർത്തപ്പെട്ടത്? ആർക്ക് പറയാം? ഈശോ എവിടെയാണ് ഇങ്ങനെ പിച്ചള സർപ്പത്തെ പോലെ ഉയർത്തപ്പെടുകയും ആ സർപ്പത്തെ നോക്കിയവർ രക്ഷപ്പെട്ടതുപോലെ അവരെ നോക്കിയവരൊക്കെ രക്ഷപ്പെടുകയും ചെയ്തത് എപ്പോഴാണ്? കുരിശ്, നല്ല കൈയടി കൊടുക്കാം. കുരിശിലാണ് ഈശോ ഉയർത്തപ്പെട്ടത്. കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ ആ കുരിശിലേക്ക് നോക്കിയവരെല്ലാവരും രക്ഷപ്പെടണം എന്ന് കർത്താവ് ആഗ്രഹിച്ചു. കുരിശിലാണ് നമ്മുടെ രക്ഷ, കുരിശിലാണ് നമ്മുടെ മഹത്വം. ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ഇതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കുരിശിലാണ് നമ്മുടെ രക്ഷ. നമ്മുടെ ജീവിതത്തിൽ കുരിശുകൾ ഉണ്ടാവും, പള്ളിപ്പടിയിൽ കുരിശുകളൊക്കെ ഉണ്ടാവും, സഹനങ്ങൾ ഉണ്ടാവും. ഈ വഴികൾ അത്ര എളുപ്പമുള്ളതൊന്നുമല്ല. ക്രൈസ്തവ ജീവിതവും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിലൂടെ, ഈ ക്ലേശങ്ങളിലൂടെ, കുരിശിലൂടെ കടന്നുപോയി രക്ഷപ്പെടും എന്നുള്ളതിന്റെ ഉറപ്പാണ് കാൽവരിയിൽ ഉയർത്തപ്പെട്ട ആ ക്രിസ്തു, അവന്റെ കുരിശ്. ലേഖനത്തിൽ നമ്മൾ വായിച്ചു, ഇത് യഹൂദർക്ക് ഭോഷത്വമാണ്, വിജാതിയർക്ക് ഇത് മണ്ടത്തരമാണ്, അവഹേളനമാണ്. കാരണം അവര് കണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലെ കുരിശുകളൊക്കെ മനുഷ്യരെ കൊല്ലാൻ ഉപയോഗിക്കുന്നതാണ്, പരാജയത്തിന്റെ അടയാളമാണ്. പക്ഷേ ക്രിസ്തു കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ ഈ പരാജയത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും പരാജയങ്ങളും നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അവൻ ആ കുരിശിൽ മരിച്ചപ്പോൾ നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടു. അവന്റെ മുറിവുകളാണ് നമുക്ക് സൗഖ്യം നൽകിയത്, അവന്റെ വേദനകളാണ് നമ്മെ ആശ്വസിപ്പിച്ചത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് ആ കുരിശിൽ അങ്ങനെ നിറവേറി. പ്രിയമുള്ളവരെ, ഈ വലിയ
യാഥാർത്ഥ്യമാണ്. ഇന്ന് കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. ഇടയിൽ ഇന്നൊരു സന്തോഷത്തിന്റെ ദിനം നമുക്ക് ഒരുക്കിയിരിക്കുകയാണ്. നമ്മുടെ വൈദിക മന്ദിരം ഇന്ന് നമ്മൾ ആശീർവദിക്കുക. ഈ ദേവാലയ നിർമ്മാണത്തിന്റെ പല ഘട്ടങ്ങളിൽ ഒന്നായിട്ടാണ് ഉള്ളതാണ് ഇതിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന വൈദിക മന്ദിരത്തിന്റെ ഭാഗം. ആ പണി പൂർത്തിയാക്കി നിങ്ങൾ ആശീർവദിക്കുക. ദൈവത്തിന്റെ ഈ പരിപാലനയ്ക്ക് നമുക്ക് നന്ദി പറയുക. വൈദിക മന്ദിരവും ഓഫീസും എല്ലാം ചേർന്നുള്ള ഭാഗം പൂർത്തിയാക്കുമ്പോൾ കർത്താവ് നമ്മെ മുന്നോട്ട് തന്നെയാണ് നയിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. മുന്നോട്ട് പോവുകയാണ്, കർത്താവ് നയിക്കുകയാണ്. അത്രയും നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വൈദിക മന്ദിരം അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒന്ന് രണ്ട് ചിന്തകൾ കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എവിടെയായി വൈദിക മന്ദിരം? നമ്മുടെ ഇടവകയുടെ അങ്ങേയറ്റത്ത് അതിർത്തിയിൽ വല്ലയിടത്തുമാണോ? വൈദിക മന്ദിരം ഈ ദേവാലയത്തോട് ചേർന്നുള്ളതാണ്. സാമൂഹ്യ പ്രവാചകൻ അവൻ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട കുഞ്ഞ് അവൻ ദേവാലയത്തിലാണ് താമസിച്ചത്. ദേവാലയത്തിനകത്ത് കെടാവിളക്കിന് ചുവടെ അവൻ കിടന്നുറങ്ങി. അവന്റെ മാതാപിതാക്കൾ തീരുമാനിച്ചു അവൻ ദേവാലയത്തിൽ വളരണം. ആ കെടാവിളക്ക് അണയാതിരിക്കാൻ അവൻ അവിടെ കിടന്നുറങ്ങി, ദൈവത്തിന്റെ സന്നിധിയിൽ ഉറങ്ങി. നമുക്ക് ആ സംഭവമൊക്കെ അറിയാം. ദൈവം അവനെ വിളിച്ചത് അവിടെ വെച്ചിട്ടാണ്. നമ്മുടെ മക്കളൊക്കെ വളരേണ്ടത് ഈ ദേവാലയവും ഇതിനെ ചുറ്റിപ്പറ്റിയുമാണ്. 84-ാം സങ്കീർത്തനം നമ്മളോട് പറയുന്നുണ്ട്, കുരുവിപ്പക്ഷിയും നീവൽപക്ഷിയും പാർക്കുവാൻ കൂട് കണ്ടെത്തി. എവിടെയാ കണ്ടെത്തിയത്? ദേവാലയത്തിൽ കൂട് കണ്ടെത്തി. ർക്ക് കൂടെ താമസിക്കാനുള്ള ഭവനമാണ് നിങ്ങൾ പണിയുന്നത്. അവരിവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇടയിൽ വസിക്കുകയാണ്, നമ്മുടെ ഭവനമായിട്ട് തീരുകയാണ്. നമുക്ക് ആ ഒരു ബോധ്യം ഉണ്ടാകും. കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കാനുള്ള എല്ലാ വൈദികരെയും നമുക്ക് ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. വൈദിക മന്ദിരത്തോട് ചേർന്നാണ് ഓഫീസ്. വൈദികന്റെ ഒരു നമുക്ക് കടന്നു ചെല്ലാവുന്ന ഇടമുണ്ട്, കടന്നു ചെല്ലാൻ പാടില്ലാത്ത ഇടമുണ്ട്. വൈദികനും ചില പ്രൈവസിയൊക്കെ ഉണ്ട്. ഈ പ്രൈവസിയിലേക്ക് നമ്മൾ ആരും കടന്നു പോകേണ്ടത്. അതേസമയം വൈദികന്റെ ഭവനം നമ്മുടെ എല്ലാവരുടെയും ഭവനം പോലെ എല്ലാവർക്കും സ്വാഗതമോതുന്ന ഭവനമാണ്. നമ്മളെല്ലാവരുടെയും എല്ലാവർക്കും കടന്നു വരാൻ, നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും അറിയിക്കാൻ, അതിനാണ് വൈദികൻ ആ മുറിയുടെ ആ മുൻപിൽ ആദ്യത്തെ മുറിയിൽ ഇരിക്കുന്നത്. ഏലി ആ വാതിൽ എഴുതുന്നത് പോലെ ഈ വൈദിക മന്ദിരത്തോട് ചേർന്നുള്ള ഓഫീസ്. പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന അനുഭവമൊന്നും ആർക്കും അവിടെ വൈദിക മന്ദിരത്തിലോ അല്ലെങ്കിൽ ഈ കാര്യാലയത്തിലോ ഉണ്ടാകാതിരിക്കും. പേടിപ്പിക്കുന്ന ഇടമല്ല, ശിക്ഷിക്കുന്ന ഇടമല്ല, ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും നമ്മൾ അനുഭവിച്ചറിയുന്ന ഇടമാണ് നമ്മുടെ വൈദിക മന്ദിരം, നമ്മുടെ ഇടവക കാര്യാലയം. അവിടെ നമ്മുടെ എല്ലാവരുടെയും ഭവനമായി കണ്ടു, അവിടെ നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറുന്ന, നമ്മുടെ പ്രാർത്ഥനകളെ എത്തിക്കുന്ന ഇടമായിട്ട് തീരാൻ, നമ്മുടെ കുർബാനയെ എത്തിക്കുന്നതൊക്കെ അവിടെയാണ്, ഇടവക കാര്യാലയത്തിലാണ്. അതിനുള്ള ഇടമായിട്ട് അത് മനോഹരമായിട്ട് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കെട്ടിടത്തോടൊപ്പം അതിൻ്റെ അന്തരീക്ഷവും ദേവാലയത്തോട് ചേർന്നുള്ള ദൈവിക ഭവനമായിട്ട് തീരട്ടെ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സിസ്റ്ററിൻ്റെ ഈ നവതി പറയുന്നതിന് മുമ്പ് ഈ ദേവാലയം ഇവിടെ പൊങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, കൂട്ടായ്മയുടെ ഇടമാണ്. ഇവിടെ നിങ്ങൾ ഉണ്ടാവണം. നമ്മളൊരു ഇടവകയായി, ഒരു സമൂഹമായി, സമുദായമായി ഈ നാട്ടിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് തീരണം. ഈ പ്രദേശത്ത് ഒത്തിരിയേറെ സംഭാവനകൾ, ഈ പ്രദേശത്തിന്റെ വളർച്ചയ്ക്ക് ഒത്തിരിയേറെ സംഭാവനകൾ നൽകിയിട്ടുള്ളതാണ് നമ്മുടെ ഇടവക. ഇവിടെയുള്ള മഠങ്ങൾ അതുമാത്രം
നാനാജാതി മതസ്ഥരുടെ ഇടയിലുള്ള ശുശ്രൂഷകളാണ് ഇവിടെ നിറവേറുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ വിശ്വാസ സമൂഹത്തിനൊരു പ്രത്യേകമായിട്ടുള്ള ഇടമുണ്ട്. ഈ ഉള്ളൂർക്കര പ്രദേശത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ശുശ്രൂഷകളുണ്ട്. ആ ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരു സമുദായമായി, ഒരു സമൂഹമായി നിങ്ങളിവിടെ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ആവശ്യകത കൂടെ ഇന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കിവിടെ ഇടമുണ്ടാകണം. ഈ നാട്ടിലെ പൗരന്മാരെന്ന നിലയിൽ ഈ പ്രദേശത്ത് ഈ സമൂഹത്തിൽ എല്ലാവർക്കും ഇടയിൽ സേവനമനുഷ്ഠിക്കുന്നവരെന്ന നിലയിൽ നമുക്കുള്ള ഇടം നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കണം. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സംരക്ഷിതരായി തീര
പിതാവ് സെന്ററിൽ വന്ന് പരസ്പര വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിപാലനം ഞങ്ങളെ സംരക്ഷിക്കുകയും കൃപാവരം ഞങ്ങളെ എന്നേക്കും. ഞങ്ങളോടുള്ള സ്നേഹത്താൽ മനുഷ്യനായി അവതരിക്കുകയും പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി ഞങ്ങളെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ മഹത്വത്തിന് ഞങ്ങളുടെ നന്മയ്ക്കുമായി ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപം ആശീർവദിക്കണമേ. ലോകാവസാനത്തോളം ഞങ്ങളോട് കൂടിയുള്ള അങ്ങയുടെ സജീവ സാന്നിധ്യത്തിന്റെയും രക്ഷാകര പ്രവൃത്തിയുടെയും അനുഗ്രഹീത സ്മരണ ഈ രൂപവും ഈ ഭവനത്തിലെ മറ്റു രൂപങ്ങളും ഞങ്ങളിൽ ഉളവാക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എന്റെ അടുക്കൽ വരുവിനെന്ന് അരുളി ചെയ്ത മിശിഹായെ, അങ്ങയുടെ പക്കൽ നിരന്തരം അണയുവാൻ ഞങ്ങൾക്ക് ഈ രൂപം പ്രേരണയരുളട്ടെ. ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ വൈദിക മന്ദിരത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഈ രൂപത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനായി ഒരുമിച്ച് കൂടുന്നവരുടെ യാതനകൾ സ്വീകരിച്ച് അവരെ അങ്ങ് അനുഗ്രഹിക്കുകയും നന്മയിൽ നിലനിർത്തുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തുടർന്ന് ഈ വൈദിക മന്ദിരം ആശീർവദിച്ച് പ്രതിഷ്ഠിക്കുന്ന പ്രാർത്ഥനയാണ്. നമുക്ക് ഏറ്റവും ഭക്തിയോടുകൂടെ അതിൽ പങ്കുചേരണം. ദൈവരാജ്യത്തിന് വേണ്ടി സർവ്വതും ഉപേക്ഷിക്കുന്നവർക്ക് ഈ ലോകത്തിൽ 100 ഇരട്ടിയും വരാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവനും വാഗ്ദാനം ചെയ്ത മിശിഹായെ, അങ്ങയുടെ വൈദികരുടെ വാസത്തിനായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭവനവും ഞങ്ങളുടെ ഓഫീസ് സമുച്ചയവും ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഈ ഭവനത്തിൽ വസിക്കുന്നവരെ അങ്ങയുടെ പൈതൃകമായ പരിപാലനയിൽ സംരക്ഷിച്ചു കൊള്ളണമേ. എല്ലാവിധ വിപത്തുകളിൽ നിന്നവരെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ സ്നേഹം നിരന്തരം അനുഭവിച്ചുകൊണ്ട് തങ്ങൾക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരോട് സ്നേഹപൂർവ്വം വർത്തിക്കാനും അങ്ങയെപ്പോലെ നല്ലിടയന്മാരായി ജീവിക്കുവാനും അവസാന നിത്യാനന്ദം അനുഭവിക്കാനും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ.
സകലത്തിന്റെയും നാഥ എന്നേക്കും. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യട്ടെ. എല്ലാ പൈശാചികതന്ത്രങ്ങളിൽ നിന്ന് ഈ ഭവനവും ഇതിൽ വസിക്കുന്നവരും വിമോചിതരും സംരക്ഷിതരുമാകട്ടെ. കർമ്മങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അവിടുത്തെ പരിപാലനയും സംരക്ഷണവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഓർക്കാൻ നമുക്കെപ്പോഴും സാധിക്കട്ടെ. പണ്ട് ത്രിസന്ധ്യാജപം ഈ മണിയടിക്കുമ്പോൾ നമ്മളെല്ലാവരും കുരിശ് വരയ്ക്കാറുണ്ട്, ശബ്ദമായിട്ട് കർത്താവിൻ്റെ മാലാഖ ചൊല്ലാറുണ്ട്. അതെല്ലാം ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ മണി. ഇസ്രായേൽ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം കാഹളം ഊതുമ്പോൾ അവരെല്ലാവരും ദൈവത്തിൻ്റെ സ്വരത്തിനായി കാതോർത്തു. കാഹളം ഊതുമ്പോഴെല്ലാം ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ഇത് കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാൻ, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റാനുമുള്ള കാഹളം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നോട് മണിയടിക്കാനാ പറയുന്നത്. മണിയടിക്കട്ടെ, മണിയടിക്കട്ടെ. മതി മതി മതി, നന്നായിട്ട് എത്ര
അത് പറ്റ വെക്കി അതവിടെ ഇവിടെ എതിരുമുള്ള അച്ഛനടിച്ചിട്ട്